ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഒരു സൺഡേ വ്ളോഗാണ്. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ സൺഡേ ആയ കാരണം ലൈക്കും മിശ്രയും എല്ലാവരും ഉണ്ട്. നല്ല ബഹളമാണ് അവിടെ. കാരണം ഞാൻ വാതിൽ അടച്ചിട്ടിട്ടാണ് സംസാരിക്കുന്നത്. രാവിലെ എല്ലാവരും എണീച്ച് വന്ന ബഹളത്തിലാണ്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ആദ്യം ഉച്ചക്കത്തെ കാര്യമൊക്കെ വേറെ റെഡിയാക്കണ കാരണം ലായ്ക്കാൻ്റെ ഉപ്പിയും അരിയനോ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാനുണ്ടാവും. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് സ്ഥലങ്ങളിൽ പോകാനുണ്ട്. എല്ലാം ഞാൻ കാണിച്ചു തരാം. ഇപ്പം എന്താണ് തുടങ്ങല്ലേ? അപ്പൊ ചീത്തൊക്കെ പറഞ്ഞിതാ ലായ്ക്ക വന്നിട്ടുണ്ട്. മക്കളൊക്കെ ചീത്ത പറഞ്ഞു വരും. ഇന്ന് മദേഴ്സ് ഡേ ആണ്. ഓക്കെ. അപ്പൊ നാട്ടിൽ നിന്ന് ഉമ്മ കുറച്ച് സാധനങ്ങൾ കൊടുത്തയച്ചിട്ടുണ്ട്. ലൈക്കിന്റെ കസിന് വന്നിട്ടുണ്ടായിരുന്നല്ലേ. അപ്പൊ അതൊക്കെ കാണിച്ചേ. ഇത് ലൈക്കാക്ക് സ്പെഷ്യല്. ഇതിന് എന്താണ് ചെല്ലി അല്ലെ, ഉണക്കച്ചെമ്മീന്, ചക്ക വറുത്തത്, പിന്നെ അത് അനിയനാണ്, മിക്സർ, പിന്നെ പഴം മക്കൾക്ക്. ഇത് എമ്പാനതാ, അത് കസിൻ തന്ന വേണ്ട നല്ല നാടൻ നേന്ത്രപ്പഴം. ഇതെന്താ? ഇത് ലായ്ക്കാക്ക് സ്പെഷ്യല് ചീനമുളക് ഉപ്പിലിട്ട്. മാങ്ങ അച്ചാർ, മാങ്ങച്ചാർ, ഉണക്കമാങ്ങല്ലേ, മാങ്ങാത്തോലച്ചാർ 5 അപ്പൊ ചിക്കക്കുള്ള ചോറ് റെഡിയാവുന്നുണ്ട്. ഇനി എന്താ? ചെമ്മീൻ മുരിങ്ങാക്കായി കറി, പിന്നെ മീൻ പൊരിച്ചത്, ബീട്രൂട്ട് ഉപ്പേരി, ചെല്ലി മാങ്ങ കൂടിയിട്ടുള്ള ചമ്മന്തി. അല്ല തല്ലുപിടിയാണ് അവിടെ. ഒരാളിതവിടെ എന്തിനു കരയുന്നേ? ആര് കാട്ടി മോന് കുട്ടീനെ? ആര് കാട്ടി? പോട്ടെ പോട്ടെ പിച്ച് കാട്ടിയാ പൊട്ടിച്ചേരണ അമ്മ. ഇത്ര കയ്യില് ഫോണല്ലേ ഇവിടെ. ഓ, ഇന്നലെ നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു. ഇത് മേടിച്ച് നമ്മള് വരുമ്പോ എത്ര മണിയായി? 1 മണിയായി ഉണ്ടാവൂലേ? 12:30. അപ്പൊ ഒക്കെ അതേപോലെ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടാണ് കിടന്നുറങ്ങിയത്. ഒന്നും എടുത്തു വെച്ചിട്ടില്ല. ആകെ ഫ്രിഡ്ജിലാണെങ്കിൽ ഒന്നും എടുത്തു വെച്ചിട്ടില്ല. അപ്പൊ ആ പണികളൊക്കെ ഉണ്ട്. ഒക്കെ അങ്ങനെ കൊടുത്ത് കയറ്റി വെച്ചിരിക്കുകയാണ്. പിന്നെ ഫുഡ് ഉണ്ടാക്കണം. ഇഷ്ടായാ? മുണ്ടിയാ അപ്പച്ചനായിട്ട് മുണ്ടിയാ? ഇതാര് കൊടുത്തന്ന്? ഉമ്മ പൊന്നാനിന്ന്. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു മുന്നേ ഇന്ന് ഫുഡ് കഴിക്കാൻ ഉപ്പയും അതുപോലെ അനിയനൊക്കെ വരുന്നുണ്ടെന്ന്. അപ്പോൾ ഉപ്പ വരുന്ന കാരണം ഉപ്പ പറഞ്ഞ് മക്കളൊക്കെ ഒന്ന് പുറത്ത് കൊണ്ടുപോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും പോവാൻ റെഡി ആയോണ്ടിരിക്കുകയാണ്. ഇസ്രാൻ്റെ മുടിയൊക്കെ നന്നായിട്ട് കെട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചക്ക് എന്തായാലും നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാവും. നല്ല കറിയും ഉപ്പേരും ചോറൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ രാവിലെ നന്നായിട്ട് ലൈറ്റായിട്ടാണ് കഴിച്ചിട്ടുള്ളൂ. മക്കൾക്ക് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് ഇപ്പോൾ താഴെ വന്നിട്ടുണ്ടെന്ന് വിളിച്ചപ്പോൾ നമ്മൾ താഴെ പോവാണ്. അവരെ സന്തോഷം കണ്ടില്ലേ? ഉപ്പാൻ്റെ കൂടെ പോവാന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും നല്ല ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം അവർ പറഞ്ഞതെല്ലാം മേടിച്ചു കൊടുക്കും. അപ്പോൾ നമ്മൾ ഉപ്പാനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുട്ടായികളായിട്ടൊന്നും മേടിച്ചു കൊടുക്കണ്ട. പിന്നെ രണ്ടുപേരും ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് കഴിക്കും. അപ്പോൾ ഉപ്പാക്കും ഇഷ്ടമാണ് ഫ്രൂട്ട്സൊക്കെ മേടിച്ചു കൊടുക്കാൻ. അങ്ങനെ കൊണ്ടുപോവാണ്. ഇപ്പോൾ താഴത്തെ കാറിൽ വെയിറ്റിംഗ് ആണ്. ഒരു നല്ല സന്തോഷത്തിലാണ് കേട്ടോ പോണത്. പിന്നെ മുട്ടായി മേടിച്ചു കൊടുക്കല്ലേ? ബൈ അബു, ബൈ. ഇതിലുണ്ട് ഉപ്പും മുളകും കൂട്ടി വെച്ച്.
ഞാൻ ചെറുപ്പത്തേക്ക് കണ്ടുപോയി. സത്യം, ഞാൻ 4ാം ക്ലാസ്സിൽ പുറത്തൊരു പഠിക്കുന്ന സമയത്ത് കണ്ടുപോയി. ഞാൻ ആ ഒരു നൊസ്റ്റാൾജിയ ഓർമ്മ. നാട്ടിന്റെ മഴ വേറെ. ലായ്ക്കാന്റെ സ്പെഷ്യൽ ഉപ്പേരി, ലായ്ക്കാന്റെ സ്പെഷ്യൽ മുരിങ്ങക്കായ ചെമ്മീൻ കറി, നമുക്ക് മീൻ പൊരി, പിന്നെ ചമ്മന്തി അല്ലേ. അങ്ങനെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ കുറച്ച് എടുത്തു വെക്കാനും കൂടി ഉള്ളൂ. പിന്നെ മക്കൾ പോയി ആ ഗ്യാപ്പിൽ വീടൊക്കെ നന്നായി അടിച്ചോരി വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കിച്ചണും കൂടി ക്ലീൻ ചെയ്യാനുള്ളൂ. അപ്പോൾ പണികൾ കുറച്ചും കൂടി ഉണ്ടല്ലോ. അപ്പോൾ ചമ്മന്തിയും കൂടി ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അതിന് മാങ്ങ വരുന്നുള്ളൂ, ഉപ്പ അങ്ങോട്ട് മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്നലെ വന്ന പാട് തന്നെ പെട്ടെന്ന് എടുത്തു വെക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളാണ് ഇപ്പോൾ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡി ആയാലാണ് ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. നിങ്ങൾ എന്നെ പോലെ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കിങ്ങനെ വലിച്ചു വാരി ഇടുന്നതൊന്നും വല്ലാണ്ട് ഇഷ്ടമല്ല. എന്നാലും നല്ല മഴയുള്ള ദിവസങ്ങളൊക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെ കിടക്കും. എന്നാലും മാക്സിമം ഒക്കെ ഒതുക്കി വൃത്തിയാക്കി എടുക്കാൻ തന്നെ നോക്കലുണ്ട്. അപ്പോൾ ഇതേപോലെ സാധനങ്ങളൊക്കെ മേടിച്ച് കൊണ്ടുവന്ന ദിവസമാണെങ്കിൽ പെട്ടെന്ന് തന്നെ എല്ലാം എടുത്ത് ക്ലിയർ ചെയ്യണം എന്നിങ്ങനെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ മടിയുള്ള ദിവസങ്ങളിൽ അതേപോലെ ഇരിക്കും കേട്ടോ. മടിയൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെ റെഡിയാക്കി വെക്കലുണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാമല്ലോ നമ്മളെപ്പോലെ ആരൊക്കെ ഉണ്ട് എന്നൊക്കെ. അപ്പോൾ എല്ലാ സാധനവും മേടിച്ചതൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം കുറേ കാര്യങ്ങളൊക്കെ ഒതുങ്ങി റെഡി ആയിട്ടുണ്ട്. പിന്നെ അതാ സവോള ഇന്നലെ നല്ല ഓഫറുള്ള കാരണം കുറച്ച് ഏറെ തന്നെ മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പെട്ടെന്നൊന്നും കേട് വരില്ലല്ലോ. അപ്പോൾ കുറച്ച് ഏറെ തന്നെ മേടിച്ച് വെച്ചിട്ട് അതൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പുറത്ത് പോകാനുണ്ട്, 2-3 സ്ഥലങ്ങളിൽ പോകാനുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ ഇവിടുന്ന് റൂം മാറുകയാണ്, വേറെ റൂംസ് നോക്കുന്നുണ്ട്. അപ്പോൾ ഒരു റൂം കാണാൻ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇറങ്ങാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ വിളിച്ചു നോക്കുമ്പോൾ ആ റൂമിലുള്ള ആൾ അവിടെ ഇല്ല, അപ്പോൾ കാണാൻ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ പോയില്ല, അത് സ്കിപ്പ് ചെയ്ത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ഞാൻ നെക്സ്റ്റ് വ്ളോഗൊക്കെ ഇടുമ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട റൂം കാണാൻ പോണ കാര്യങ്ങളൊക്കെ ഇനി വേറെ വീഡിയോസിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്ന് നമുക്ക് അങ്ങനെ ഉദ്ദേശം ഉണ്ടായിരുന്നു, പക്ഷേ പറ്റിയില്ല. അങ്ങനെ അതാ കിച്ചണൊക്കെ നന്നായി ഒതുങ്ങിയിട്ട് ഫ്രിഡ്ജൊക്കെ നന്നായി തുടച്ചിട്ടാണ് സാധനങ്ങളൊക്കെ വെച്ചത്. കുറച്ച് ദിവസത്തിലെ ഏറായി ഫ്രിഡ്ജൊക്കെ ഒന്ന് തുടച്ചിട്ട്. അപ്പോൾ ആ പണികളൊക്കെ തീർത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതാ മക്കളൊക്കെ വന്നിട്ടുണ്ട്. നല്ല കുറേ ഫ്രൂട്ട്സ് മേടിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഇനി അതും കൂടി എടുത്ത് വെക്കണം. പിന്നെ ഇന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയത് ഈ ചെള്ളിച്ചമ്മന്തിയാണ്. ഞാൻ ഉണ്ടാക്കിയതിൽ ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. എന്താണെന്ന് വെച്ചാൽ ഉണക്കമുളക് ഇട്ടത് കുറച്ച് കൂടിപ്പോയ കാരണം കുറച്ച് എരിവ് ഉണ്ടായിരുന്നു. പക്ഷേ സാധാരണ ടേസ്റ്റ് ഉണ്ടായിരുന്നു. മാങ്ങടിയും നല്ല നാട്ടിൽ നിന്ന് ഉണ്ടാക്കിയ ടേസ്റ്റൊക്കെ കിട്ടി. എരിവ് കുറച്ച് കൂടുതലായിരുന്നു. അപ്പം ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ചമ്മന്തി മാറ്റി വെച്ചിട്ട് പിന്നെ കുറച്ച് ചെള്ളിയും തേങ്ങയും മാങ്ങൊക്കെ ഇട്ടിട്ടാണ് എരിവൊന്ന് ബാലൻസ് ചെയ്തിട്ട് കുറച്ച് പണി എടുത്തിട്ട് എരിവൊന്ന് ബാലൻസ് ചെയ്തിട്ട് എടുക്കാൻ. എന്നാലും കുഴപ്പമില്ല, ടേസ്റ്റിൽ കിട്ടും ചെയ്തിട്ടുണ്ട്. അപ്പം നല്ല ചോറും മീൻ പൊരിച്ചതും ചമ്മന്തിയും പിന്നെ പരിപ്പ് കറി ഉണ്ടായിരുന്നു, അതും എടുത്തിട്ടുണ്ട്. മോര്, അതുപോലെ ബീട്രൂട്ടും ക്യാരറ്റ് ഉപ്പേരി, പിന്നെ നല്ല തേങ്ങ അരച്ച ചെമ്മീനും മുരിങ്ങാക്കായ് കറിയും, നല്ല നല്ല ഫുഡൊക്കെ ആയിരുന്നു. പിന്നെ അതാ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും റെസ്റ്റ് എടുക്കുന്ന സമയമായി. അപ്പോൾ അതാ നല്ല മാങ്ങൊക്കെ മുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഉപ്പ കൊടുന്ന സാധനങ്ങൾ കാണിച്ചു തരാം. മക്കൾക്ക് ഇതാ ഈ ലെബനബ് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അത് ഫുള്ള് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഫുള്ള് ഫ്രൂട്ട്സാണ്. അപ്പോൾ ഇത്രയും ഐബക്കും അവർക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ഫ്രൂട്ട്സും മേടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കണ്ടതാണ് റംബൂട്ടാനും കൂടി മേടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ഇഷ്ടമായി ഐബക്കിന്. ഐബക്കും അത് കുറേ തിന്നിക്കണ്. അപ്പോൾ അതാ അതും കൂടിയും ഒക്കെ എടുത്ത് വെച്ച് അങ്ങനെ ആ പണികളും തീർത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുറത്തിറങ്ങണം. ഒരുപാട് ലേറ്റാക്കിയാൽ പറ്റില്ല പുറത്തിറങ്ങാൻ, കാരണം സൺഡേ ആണ്, നാളെ സ്കൂളൊക്കെ ഉണ്ട്. ഒരുപാട് ലേറ്റാക്കിയിട്ട് രാത്രി വരാനും പറ്റില്ല. ഇപ്പോൾ ലെബനപ്പ് കുടിക്കുകയാണ്. ഐബക്കിന് നല്ല ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഐബക്കിന് ഇസ്രാക്ക് നല്ല ഇഷ്ടമുള്ള സാധനമാണ്. എത്ര വേണമെങ്കിലും രണ്ടാളും കുടിച്ചോളും. ഇങ്ങനത്തെ ഒരു പാക്കറ്റൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ഒരു 3 ദിവസം കൊണ്ടൊക്കെ അത് കാലിയാവും. രണ്ടുപേരും നല്ല കുടിക്കും അത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ റൂം വേറെ നോക്കുന്നുണ്ടെന്ന്. അപ്പോൾ നിങ്ങളെ അറിവിലൊക്കെ നല്ല റൂമൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യും. നമ്മൾ വന്ന് കാണാനൊക്കെ റെഡിയാണ്. നമ്മൾ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോവും. ഈ മാസം മീൻസ് ജൂൺ ആകുമ്പോൾ വേറെ റൂമിലേക്ക് മാറണം എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ട്. അപ്പോൾ അതാ നമ്മൾ ആ പണികളൊക്കെ തീർത്ത് ഇസ്രാക്ക് കുറച്ച് ഹോംവർക്ക് ചെയ്യാണ്ടായിരുന്നു, കുറച്ച് പെൻഡിങ് ഉണ്ടായിരുന്നു, അതും കൂടി തീർത്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നേരെ നമ്മൾ പോയത് കിസേസിൽ ഡൂവിൻ്റെ ഓഫീസുണ്ട്, അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ സിമ്മിൻ്റെ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡൂവിൻ്റെ ഓഫീസിൽ കുറച്ച് നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ മക്കൾ തീരെ ഇരിക്കുന്നുണ്ടായിരുന്നില്ല. അവിടെ ഫുള്ള് ഓടി കളിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ അതാ അവിടുന്ന് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്.
പിന്നെ നമ്മൾ നേരെ പോണത് റൂം കാണാൻ പോവാന്ന് വിചാരിച്ചിട്ടിരുന്ന്. അപ്പോൾ നമ്മൾ വിളിച്ചു നോക്കുമ്പോഴാണ് പറഞ്ഞത് അവർ റൂമിലില്ല, അപ്പോൾ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല എന്ന്. അപ്പം നമ്മളത് മാറ്റി. ഇൻഷാ അല്ലാഹ് എന്തായാലും ഞാൻ അടുത്ത വ്ളോഗിൽ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യാണ് നമ്മൾ കാണാൻ പോണത്. അങ്ങനെ അവിടുന്ന് ഇറങ്ങി നമ്മൾ നേരെ അജ്മാനിലേക്ക് സ്ഥിരം പോണ പോക്കാണ്. ഉമ്മാനെയും ഇക്കാനെയും എല്ലാവരെയും കാണാണ്ടായിരുന്നു. കണ്ട് നല്ല ചായയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങി. ഞാൻ അവിടുത്തെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല, പക്ഷേ ഇറങ്ങുമ്പോൾ നമ്മൾ കൂടെ ഒരാളും കൂടി നമ്മളെ വീട്ടിലേക്ക് നിൽക്കാൻ വരുന്നുണ്ട്. ഇക്കാകാൻ്റെ രണ്ടാമത്തെ മോളാണ്. എത്ര ദിവസം എങ്ങനെ നിൽക്കുന്നൊന്നും അറിയില്ല, കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ ക്യാമറയ്ക്ക് ഒരു കുത്ത് കിട്ടിയ കാണില്ല, വികൃതിയുടെ അത്രയ്ക്ക് വികൃതിയാണ് അതിന്. അങ്ങനെ ഇതാ അവളും കൂടെ നമ്മൾ ചാർജിലേക്ക് പോവുകയാണ്. നാളെ സ്കൂളുണ്ട്, ഒത്തിരി ലേറ്റ് ആക്കാൻ പറ്റില്ല. നാളെ ഡ്രസ്സ് ഫുൾ കണ്ടില്ലേ, അവിടുന്ന് ചോക്ലേറ്റൊക്കെ കഴിച്ചിട്ട് ആകെ ഡ്രസ്സിൽ ചോക്ലേറ്റൊക്കെ ആക്കിയിരിക്കണ്. അയ്പക്കിനെ കണ്ടില്ല, വികൃതി എന്ന് പറഞ്ഞാൽ അയ്യോ. അപ്പോൾ വീട്ടിൽ വന്ന് വേഗം അവരെ കാര്യങ്ങളൊക്കെ വേഗം തീർത്തിട്ടുണ്ട്. നാളെ സ്കൂളുണ്ട്, നേരത്തെ എണീക്കണം. അപ്പോൾ ശരി, ഇതാണ് ഒരു കുഞ്ഞ് സൺഡേ വ്ളോഗാണ്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസായിട്ട് പിന്നെ വരാം.